ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അരിമുറുക്കാണ് കേട്ടോ. അപ്പോൾ പുഴുങ്ങലരി വെച്ചിട്ടാണ് ഈ ഒരു മുറുക്ക് ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്. പിന്നെ ഈ ഒരു മുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. മുറുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ നല്ലോണം കഴുകി എടുത്തതിന് ശേഷം 4 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തിട്ടുള്ള അരിയാണ്. അരി നന്നായിട്ട് കുതിർന്നിട്ടൊക്കെ വരണം കേട്ടോ, എന്നാലാണ് നമുക്കിത് കറക്റ്റായിട്ട് അരച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു അരി ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ അരിയൊക്കെ ഞാനിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ നമുക്കൊരു ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഒരു മുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അരച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ പുറത്ത് ദീപാവലിയുടെ ഒക്കെ പടക്കൊക്കെ പൊട്ടിക്കണ ഭയങ്കരമായിട്ടുള്ള സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇനി ഞാനിവിടെ 1 കപ്പ് പൊട്ടുകടലയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ഒരു കപ്പ് കൊണ്ട് 1 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിം അതേ അളവിൽ തന്നെ വേണം ഈ ഒരു പൊട്ടുകടലയും എടുക്കാനായിട്ട്. നമ്മൾ എത്രത്തോണ്ട് അരിയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വേണം കേട്ടോ ഒരു പൊട്ടുകടലയും എടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ഈ ഒരു മുറുക്ക് നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇനി ഇത് ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല നൈസായിട്ടൊന്ന് പൊടിച്ചിട്ട് കൂടെ എടുക്കാം. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മാവിലേക്ക് ഈ ഒരു പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ എള്ളു കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു മുറുക്കിന് ചെറിയൊരു എരിവും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കൂടെ എടുക്കാം. ഇതുപോലെ നമ്മൾ കുഴച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിട്ട് തോന്നും. അപ്പോൾ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വേണ്ടിയിട്ട് ഒരു മാവ് നമ്മൾ കുഴച്ചിട്ട് എടുക്കാനായിട്ട്. ഇത് നല്ലോണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കുഴച്ചിട്ട് കൂടെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കില്ല, അതേപോലെ തന്നെ വേണ്ട ഒരു മാവ് നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചില്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മാവ് നിറച്ച് കൊടുക്കാം. ഈ ഒരു മാവ് ഇട്ട് കൊടുക്കണൊക്കെ മുന്നേയിട്ട് ഈ ഒരു അച്ചിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണ്ടിയിട്ട് ഒരു മാവ് നിറച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ചുറ്റിച്ചിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഓയിലൊക്കെ വാങ്ങിക്കുന്ന കവറുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഈ ഒരു മാവ് ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് ഇത് ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് ചൂടായിട്ട് വന്നിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ലോണം ഒന്ന് മൊരിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും വേവിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലത്തെ ആ ഒരു പതൊക്കെ നല്ലോണം തന്നെ അടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ആ ഒരു കവറിലേക്കൊക്കെ നമ്മൾ പിഴിഞ്ഞിട്ടൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതല്ല ഈ ഒരു എണ്ണയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ മാവ് പിഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമൊക്കെ എണ്ണയൊക്കെ തെറിച്ചിട്ട് കൈയൊക്കെ പൊള്ളും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ ഈസി. അപ്പോൾ അങ്ങനെ കവറിൽ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ വാഴയുടെ ഇലയൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുറുക്കെല്ലാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദിവാലി. താങ്ക്